നാഷണൽ ബ്രേക്കിംഗ്. തൃണമൂൽ വിമത MLA ബംഗാൾ നിയമസഭയിൽ ഋതപ്രത ബാനർജി പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെട്ടു. 59 MLA-മാരുടെ പിന്തുണക്കത്തുമായി എത്തി. അതേസമയം ശോഭാൻ ദേബ് ചതോപാധ്യായയെ പ്രതിപക്ഷ നേതാവാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഷേക് ബാനർജി സ്പീക്കർക്ക് കത്ത് നൽകി. പാർട്ടി നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതാണ് കീഴ്വഴക്കമെന്നും കത്തിൽ പറയുന്നു. BJP നേതൃത്വം നൽകിയ പേരുകളാണ് കഴിഞ്ഞ സഭകളിൽ സ്പീക്കർമാർ അംഗീകരിച്ചത്. ആദിൽ പാലോട് ചേരുന്നു. അതിൽ തിരക്കിട്ട നീക്കങ്ങളാണ് ബംഗാളിൽ നടക്കുന്നത്. വിമതരുടെ നിർണായകമായ നീക്കത്തിൽ ഇതിലും ഒരു വിജയം ആർക്കുണ്ടാകുമെന്നാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ശിവസേന പാർട്ടി പിളർന്നതുപോലെയുള്ള ഒരു പിളർപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ നിയമസഭയിൽ ഔദ്യോഗികമായ പാർട്ടി സ്ഥാനം ലഭിക്കുക ഈ വിമത വിഭാഗത്തിനായിരിക്കില്ലേ? ഇതിപ്പോൾ ഋതപ്രത ബാനർജിക്കാണോ കൂടുതൽ പിന്തുണ? MLA-മാർ കൂടുതലായി ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? അതിൽ ഉറപ്പായും 80 MLA-മാരാണ് ബംഗാൾ നിയമസഭയിൽ തൃണമൂലിന്റെ ചിഹ്നത്തിൽ ജയിച്ചു കയറി വന്നത്. ഇതിൽ 59 MLA-മാരുടെ പിന്തുണക്കത്തുമായാണ് ഇപ്പോൾ ഋതപ്രത ബാനർജി സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. തന്നെ പ്രതിപക്ഷ നേതാവാക്കണം എന്നുള്ളതാണ് വിമത MLA-മാരുടെ പിന്തുണയോടുകൂടി ഋതപ്രത ആവശ്യപ്പെടുന്നത്. ഋതപ്രത നേരത്തെ SFI-യുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ദേശീയ തലത്തിൽ. പിന്നീട് CPM-ന്റെ നേതാവായിരിക്കെയാണ് പിന്നീട് തൃണമൂലിലേക്ക് പോകുന്നത്. തൃണമൂൽ MLA ആയിരിക്കെ തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കാട്ടി കഴിഞ്ഞ ദിവസമാണ് മമതാ ബാനർജി ഋതപ്രത അടക്കം 2 MLA-മാരെ പുറത്താക്കുന്നത്. അതിന് പിന്നാലെയാണ് വിമത നീക്കം സജീവമാക്കുന്നതും ഋതപ്രത പ്രതിപക്ഷ നേതാവായി തന്നെ അംഗീകരിക്കണമെന്ന ആവശ്യവുമായി സ്പീക്കറെ കാണുകയും ചെയ്തത്. ഒരു സംഘം വിമത MLA-മാർ തൃണമൂൽ ചിഹ്നത്തിൽ ജയിച്ചു വന്ന തൃണമൂലിന്റെ വിമത MLA-മാർ ഋതപ്രതയ്ക്കൊപ്പം സ്പീക്കറെ കാണാൻ ബംഗാൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. ഒരുപക്ഷെ മമതാ ബാനർജി പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഞായറാഴ്ച നിയമസഭാ കക്ഷി യോഗം വിളിച്ചപ്പോൾ 80 MLA-മാരിൽ 20 പേർ മാത്രമാണ് മമതാ ബാനർജിയുടെ വീട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം BJP-ക്കെതിരെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടി പ്രവർത്തകർക്കെതിരായ അതിക്രമത്തിനെതിരെ കൊൽക്കത്തയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ 8 MLA-മാർ മാത്രമെത്തി. 6 MP-മാരും മാത്രമാണ് പ്രതിഷേധത്തിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞു. ശിവസേന മോഡൽ പ്രയോഗിക്കാനാണ് BJP-യുടെ തീരുമാനം ബംഗാളിൽ. അതായത് ഏക്നാഥ് ഷിൻഡെയെ ഉയർത്തിക്കൊണ്ടുവന്ന് പാർട്ടി മുഴുവനായി പിടിച്ചടക്കിയതുപോലെ വലിയൊരു വിഭാഗം MLA-മാരെ പിളർത്തിക്കൊണ്ടുവന്ന് പാർട്ടി ഒന്നടങ്കം മമതാ ബാനർജിയിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള നീക്കമാണ് BJP രഹസ്യമായി നടത്തുന്നത് എന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതേസമയം ബംഗാൾ സ്പീക്കർക്ക് അഭിഷേക് ബാനർജി കത്ത് നൽകിയിരിക്കുകയാണ്. തൃണമൂലിന്റെ ജനറൽ സെക്രട്ടറിയാണ് അഭിഷേക് ബാനർജി. പാർട്ടി നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതാണ് സാധാരണയുള്ള കീഴ്വഴക്കം. കഴിഞ്ഞ തവണ BJP നിർദ്ദേശപ്രകാരമാണ് സുവേന്ദു അധികാരിയെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ കണക്കിലെടുത്തത്. അതുകൊണ്ട് ശോഭാൻ ദേബ് ചതോപാധ്യായയെ പ്രതിപക്ഷ നേതാവാക്കണം എന്ന ആവശ്യം ഔദ്യോഗികമായി പാർട്ടിയുടെ ആവശ്യമായി ഇപ്പോൾ അഭിഷേക് ബാനർജി കത്ത് നൽകിയിരിക്കുന്നു സ്പീക്കർക്ക് എന്ന വാർത്തയും വരുന്നു. ഏതായാലും ബംഗാളിൽ ചടുലമായ നീക്കങ്ങൾ നടക്കുകയാണ്. അതിനിടെ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയാകട്ടെ, മമതാ ബാനർജി ഒറ്റപ്പെട്ടതിന് പിന്നാലെ വലിയ തിരിച്ചടികൾക്ക് പിന്നാലെ മുഴുവൻ പാർട്ടി കമ്മിറ്റികളും പിരിച്ചുവിടാനുള്ള നിർദ്ദേശം അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാർട്ടി കമ്മിറ്റികൾ മാത്രമല്ല പോഷക സംഘടനയിലെ നേതൃത്വങ്ങളെ മുഴുവനും പിരിച്ചുവിടാനുള്ള പാർട്ടി ഒന്നടങ്കം പിരിച്ചുവിടാനുള്ള നിർദ്ദേശത്തിലേക്ക് മമതാ ബാനർജി പോയിരിക്കുന്നു. ഏതായാലും അടിതെറ്റിയിരിക്കുന്നു മമതയ്ക്ക്. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു എന്നത് കണ്ടു തന്നെ അറിയണം. റോഷ്നി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗാളിൽ വലിയൊരു ശക്തിയായി ഉയർന്നു വന്ന മമതാ ബാനർജിയുടെ പതനമാണോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്നുള്ളതാണ് മമത അവസാന നിമിഷങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ പാർട്ടി പ്രവർത്തകരെ കൈവിടില്ല എന്നാണ് മമത പറഞ്ഞത്.